2026 ജൂലൈ 7 സിറാജ് എഡിറ്റോറിയൽ. വിപണിയുടെ ലാഭക്കണ്ണുകൾ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്കും. കോർപ്പറേറ്റ് കമ്പനികൾക്കും സ്കൂൾ തുടങ്ങാൻ അനുമതി നൽകുന്ന വിധം അഫിലിയേഷൻ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള CBSE നീക്കം ചെറുകിട CBSE സ്കൂളുകൾ ആശങ്കയോടെയാണ് കാണുന്നത്. ട്രസ്റ്റുകൾക്കും രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്ന അഫിലിയേഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി ലാഭേച്ഛയുള്ള കമ്പനികൾക്കും കോർപ്പറേറ്റുകൾക്കും സ്കൂൾ അനുവദിക്കാനാണ് നീക്കം. വിദ്യാഭ്യാസ നയം 2020 ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ നയം മാറ്റം ഗുണപ്രദമാണെന്നാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പക്ഷം. എന്നാൽ വിദ്യാഭ്യാസം ഒരു സാമൂഹിക സേവനമെന്ന നിലയിൽ നിന്ന് പൂർണ്ണമായി വിപണി കേന്ദ്രീകൃതമായ വിൽപ്പനച്ചരക്കാക്കി മാറ്റുന്നതിനുള്ള പച്ചക്കൊടിയായി ഇത് മാറുമെന്ന ആശങ്ക ശക്തമാണ്. രാജ്യത്തെ, പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ സാധാരണക്കാർ ആശ്രയിക്കുന്ന ഇടത്തരം CBSE സ്കൂളുകളുടെ നിലനിൽപ്പിനെ ഇത് ബാധിക്കാനിടയുണ്ട്. വലിയ മൂലധന നിക്ഷേപമില്ലാതെ വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്ന ഫീസ് കൊണ്ട് മാത്രം അധ്യാപകർക്ക് ശമ്പളവും ദൈനംദിന ചെലവുകളും കണ്ടെത്തുന്ന ഇത്തരം സ്കൂളുകൾക്ക് സഹസ്ര കോടികളുടെ ആസ്തിയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരുമായി മത്സരിക്കാൻ സാധിക്കില്ല. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് അവരുടെ പരസ്യ ശൃംഖലകളും വിപണന തന്ത്രങ്ങളും ഉപയോഗിച്ച് രക്ഷിതാക്കളെയും കുട്ടികളെയും ആകർഷിക്കാനാകും. ചെറുകിട സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി കുറയുകയായിരിക്കും അനന്തരഫലം. തുടക്കത്തിൽ കുറഞ്ഞ ഫീസും ആകർഷകമായ ഇളവുകളും പ്രഖ്യാപിച്ചായിരിക്കും കോർപ്പറേറ്റ് സ്കൂളുകൾ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നത്. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി CSR ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടം, ലാബ് തുടങ്ങി അടിസ്ഥാന സൗകര്യം അവർക്ക് മെച്ചപ്പെടുത്താനുമാകും. ഈ വിപണന തന്ത്രത്തോട് മത്സരിക്കാൻ കഴിയാതെ ട്രസ്റ്റുകളും സൊസൈറ്റികളും നടത്തുന്ന സ്കൂളുകൾ തകർച്ചയെ നേരിടുകയും കോർപ്പറേറ്റുകൾ കുത്തക സ്ഥാപിക്കുകയും ചെയ്യുന്നതോടെ ഫീസ് കുത്തനെ ഉയർത്തും. ആശുപത്രി മേഖലയിലും റീറ്റെയിൽ വ്യാപാരത്തിലും മാധ്യമ രംഗത്തുമെല്ലാം ഇതുപോലുള്ള വിപണന തന്ത്രമാണ് കോർപ്പറേറ്റുകൾ പയറ്റിയത്. വിദ്യാഭ്യാസ മേഖലയിൽ അവർ വ്യത്യസ്തമായ നയം സ്വീകരിക്കുമെന്ന് കരുതാനാകില്ല. അധ്യാപക മേഖലയിലും അനുഭവപ്പെടും ഇതിന്റെ പ്രതിഫലനം. ഉയർന്ന ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്ത് ആംഗ്ലോ ഇന്ത്യക്കാരുൾപ്പെടെ മികച്ച അധ്യാപകരെ വൻകിട കമ്പനികൾക്ക് ആകർഷിക്കാനാകും. ചെറുകിട സ്കൂളുകളിലെ മികവുറ്റ അധ്യാപകർ കൂട്ടത്തോടെ കോർപ്പറേറ്റ് സ്കൂളുകളിലേക്ക് ചേക്കേറുന്നതോടെ സാധാരണ സ്കൂളുകളുടെ വിദ്യാഭ്യാസ നിലവാരത്തെ അത് ബാധിക്കും. വിദ്യാഭ്യാസത്തിൽ പ്രാദേശിക അസമത്വം വർദ്ധിക്കാനിടയാക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യാഘാതം. വൻ കമ്പനികൾ സാധാരണയായി നഗരങ്ങളെയോ ഉയർന്ന വരുമാനമുള്ള പ്രദേശങ്ങളെയോ ആണ് ലക്ഷ്യമിടുക. സാമ്പത്തിക നേട്ടമില്ലാത്തതിനാൽ ഗ്രാമങ്ങളിലോ പിന്നാക്ക പ്രദേശങ്ങളിലോ സ്കൂളുകൾ ആരംഭിക്കുന്നതിൽ അവർക്ക് താൽപ്പര്യമുണ്ടാകില്ല. സ്വകാര്യ നിക്ഷേപവും കോർപ്പറേറ്റുകളുടെ കടന്നുവരവും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കാനും ആഗോള വിദ്യാഭ്യാസ സൂചികകളിൽ രാജ്യത്തെ മുന്നിൽ എത്തിക്കാനും സഹായിക്കുമെന്നാണ് CBSEയുടെ നയം മാറ്റത്തെ അനുകൂലിക്കുന്നവർ ഉയർത്തുന്ന വാദം. എന്നാൽ ലാഭേച്ഛയോടെ മാത്രം പ്രവർത്തിക്കുന്ന ബിസിനസ് ഗ്രൂപ്പുകൾ വിദ്യാഭ്യാസ മേഖല കൈയടക്കുമ്പോൾ അവരിൽ നിന്ന് സാമൂഹിക പ്രതിബദ്ധതയോ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പുരോഗതിയോ പ്രതീക്ഷിക്കാനാകില്ല. നിക്ഷേപത്തിൻ്റെ ലാഭവിഹിതത്തിലായിരിക്കും അവരുടെ കണ്ണ്. സേവന മേഖലയായി നിലനിന്നിരുന്ന സ്കൂളുകൾ കച്ചവട സ്ഥാപനങ്ങളായി മാറുന്നതോടെ ദരിദ്രരും സാധാരണക്കാരുമായ വിദ്യാർത്ഥികൾ ബലിയാടാകും. ചെറുകിട സ്കൂളുകളുടെ തകർച്ച മാനേജ്മെൻറ്റുകളെ മാത്രമല്ല, ലക്ഷക്കണക്കിന് അധ്യാപകരുടെയും അനധ്യാപക ജീവനക്കാരുടെയും തൊഴിൽ സുരക്ഷിതത്വത്തെയും ബാധിക്കും. ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ജനാധിപത്യ സ്വഭാവത്തെയും സാമൂഹിക നീതിയെയും തുല്യാവകാശത്തെയും ഇത് ബാധിക്കും. ഇന്ത്യൻ ഭരണഘടന വിദ്യാഭ്യാസത്തെ മൗലികാവകാശമായി അംഗീകരിച്ചതാണ്. ജാതി, മത,
സാമ്പത്തിക ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസമാണ് ആർട്ടിക്കിൾ 21A വിഭാവനം ചെയ്യുന്നത്. സ്കൂൾ വിദ്യാഭ്യാസം കോർപ്പറേറ്റുകളുടെ കൈകളിലെത്തുമ്പോൾ വിദ്യാഭ്യാസം സാമ്പത്തിക ശേഷിയുള്ളവന് മാത്രമാകുകയും വിദ്യാർത്ഥി ഒരു പൗരനിൽ നിന്ന് ഉപഭോക്താവായും സ്കൂളുകൾ പഠനകേന്ദ്രത്തിൽ നിന്ന് വ്യാപാര സ്ഥാപനമായും മാറുകയും ചെയ്യും. ജനാധിപത്യ സമൂഹത്തിൽ സമ്പന്നന്റെയും ദരിദ്രന്റെയും മക്കൾ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിക്കേണ്ടത്. അപ്പോഴാണ് തുല്യതാ മനോഭാവം വളർന്നു വരുന്നത്. കോർപ്പറേറ്റുകൾ വലിയ ആഡംബര സ്കൂളുകളുമായി രംഗത്ത് വരുമ്പോൾ സമൂഹത്തിലെ സാമ്പത്തികാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിഭജിക്കപ്പെടും. ഇത് കുട്ടിക്കാലം മുതലേ വർഗ വ്യത്യാസ ചിന്ത വളർന്നു വരാനിടയാക്കും. സാമ്പത്തിക വീക്ഷണത്തിലൂടെയാകരുത്, ഭരണഘടനയെയും മൂല്യങ്ങളെയും പൊതുനന്മയെയും അടിസ്ഥാനമാക്കിയായിരിക്കണം വിദ്യാഭ്യാസ രംഗത്തെ ഏത് പരിഷ്കരണവും മാറ്റങ്ങളും. വിപണിയുടെ ലാഭക്കണ്ണുകൾക്ക് വിദ്യാഭ്യാസത്തെ വിട്ടുകൊടുക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ അവതാളത്തിലാക്കും.